ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ മലേഷ്യക്കാരെല്ലാം ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയെ ഇവിടെ ഒരാളുണ്ട്, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലെ ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ കാണാനായിട്ട് വല്ലാത്തൊരു ആകാംക്ഷ തോന്നുകയാണ് ഇവർക്ക് എല്ലാവർക്കും. ഞാൻ ശ്രുതിയെ ഇപ്പം തന്നെ വിളിക്കാമെന്നും ചന്ദ്ര പറയുക. അങ്ങനെ ശ്രുതി മോളെ ശ്രുതി എന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ പേടിച്ചിട്ട് വിറച്ചിട്ട് ഒരു രക്ഷയില്ല. കാരണം അവരുടെ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങൾ മുഴുവനും പൊളിയൊന്നും ശ്രുതിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ താഴത്തേക്ക് വരാതെ അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രുതി. അപ്പോൾ അല്ല, നിങ്ങളുടെ മരുമകൾ അപ്പോൾ മലേഷ്യയിലാണോ വളർന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും സാറേ മലേഷ്യ തന്നെയാണ്. ശ്രുതിയുടെ അച്ഛനെ വലിയ ആളാ, കോടീശ്വരിയാ. പക്ഷേ ആ കോടീശ്വരി ആയതിൻ്റെ ഒരു അഹങ്കാരമൊന്നും ശ്രുതിക്കില്ല കേട്ടോ. പാവോ, നല്ല ലളിതമായ സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ സച്ചിയും രേവതിയൊക്കെ ഇരുന്നിങ്ങനെ തലാട്ടുകയാണ്. എങ്കിൽ പിന്നെ വിളിക്കേ, ഏതായാലും ഞങ്ങളുടെ നാട്ടുകാരെ ഒന്ന് കാണാൻ പറ്റുന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. മോളെ ശ്രുതി, ഇതെന്തെടുക്കുക, എത്ര നേരം ഞാൻ വിളിക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ശ്രുതി അവിടെ വിളി കേൾക്കുന്നില്ല. അപ്പോൾ ശ്രുതി ഇങ്ങനെ ചിന്തിക്കണം, ദൈവമേ ഞാനിപ്പോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് അവർ ഓരോരോ ചോദ്യങ്ങളും ചോദിക്കും. പക്ഷേ അതിനൊന്നും കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പം തന്നെ അവരെൻ്റെ കള്ളത്തരങ്ങൾ മുഴുവനും മനസ്സിലാക്കും. എൻ്റെ അച്ഛനും മലേഷ്യയിലും ഇല്ല, മലേഷ്യയിലൊരു ബിസിനസ്സുകാരനും അല്ല എന്ന് അവരെല്ലാവരും മനസ്സിലാക്കി കഴിയുന്നിടത്ത് ഞാൻ ഈ വീടിന് പുറത്തായിരിക്കും. പിന്നെ ആൻറ്റി പിന്നെ എന്നോട് ക്ഷമിച്ചൊന്നും വരില്ല. ഇപ്പം എന്താ ചെയ്യുക? ഇത് ശരി, ഞാൻ സംസാരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ, വഴിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി നേരെ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഇങ്ങനെ ചന്ദ്ര വിളിക്കുകയാണ്, ശ്രുതി വരുന്നില്ലല്ലോ, അതെന്താ മോള് വരാത്തത് വിളിച്ചിട്ട്? ചിലപ്പോഴേ കുളിക്കുകയായിരിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഏതായാലും മോളെ പോയി ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എണീറ്റ് അങ്ങോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വേഗം തൂക്കിക്കൊണ്ട് വരികയാണ്, വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഒരു കൈ ഇങ്ങനെ കവിളിലും പൊത്തി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ വല്ലാതൊരു വിഷമത്തോടു കൂടി തന്നെയാണ് വരുന്നത്. അപ്പോൾ ചന്ദ്ര കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മോളെ ശ്രുതി ഇങ്ങോട്ട് വന്നേ, ഇത് ആരാന്നറിയാവോ? മോളെ നാട്ടുകാരാ, മലേഷ്യക്കാര്. മോളെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കുന്നത്, എന്താ മോള് വരാതിരുന്നത്? മോളെന്താ വിളി കേൾക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഈ പൗഡറിട്ടത്തിയാണെങ്കിൽ എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ പറയണത്, പൗഡറേട്ടത്തിയുടെ നാട്ടുകാരാ വന്നിരിക്കുന്നത്, വിശേഷങ്ങളെല്ലാം പറ, ഞങ്ങളും കൂടി ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ മലേഷ്യക്കാർ നിങ്ങൾ മലേഷ്യയിലെ ഇന്ന സ്ഥലത്തല്ലേ നിങ്ങൾ താമസിക്കുന്നതെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല, എന്തോ ആംഗ്യങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ സച്ചി ആണെങ്കിലും രേവതി ആണെങ്കിലും എന്താ ഈ ആംഗ്യം കാണിക്കുന്നത്, എന്തോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ചോദിച്ച കേട്ടില്ലേ മോളെ ശ്രുതി, മോൾ അവിടെ തന്നെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കവിളിലും പൊത്തി പിടിച്ചിട്ട് ഇങ്ങനെ കരയാണ്. അയ്യോ എന്ത് പറ്റി, എന്താ സംഭവിച്ചത്, എന്താ കാരണത്തിട്ട് ആരെങ്കിലും തല്ലിയോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ശ്രുതി പറയാണ്. പിന്നെ എന്താ സംഭവിച്ചത്? അപ്പോൾ വർഷയും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി എവിടെയെങ്കിലും അലച്ചിലതല്ലി വീണോ? അപ്പോൾ അതും തലയായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, പല്ലുവേദനയാണോ ശ്രുതി നിനക്ക്? പല്ലുവേദനയാണെന്ന് ആംഗ്യം കൊണ്ട് കാണിക്കുകയാണ്. അയ്യോ പാവ ശ്രുതി മോൾക്ക് പല്ലുവേദനയാണല്ലേ? പല്ലുവേദനയാണെന്നും പറയാണ്. ഇത് കണ്ടോ മോളുടെ നാട്ടുകാരല്ലേ വന്നിരിക്കുന്നത്, ഇത്ര നേരം ഇവർ ഇവിടെ ഇരുന്നത് മോളെ കാണാനും മോളോട് സംസാരിക്കാനുമാണ്. അപ്പോൾ ഈ മലേഷ്യക്കാർ പറയാണ്, അച്ഛന് ബിസിനസ്സാണോ? എന്ത് ബിസിനസ്സാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഇന്ന സ്ഥലത്ത് ഈ കുട്ടിയെ മലേഷ്യയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങൾ 10-15 വർഷമായി അവിടെ താമസിക്കുന്നു, ആ സ്ഥലങ്ങൾ മുഴുവനും ഞങ്ങൾ മിക്കപ്പോഴും ചുറ്റി നടക്കാറുണ്ട്, പക്ഷേ ഇങ്ങനൊരു പെൺകുട്ടിയെ കണ്ടതായിട്ടൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് പറയും. അപ്പോൾ ശ്രുതി വീണ്ടും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാനായിട്ടൊന്ന് ശ്രമിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാം, സച്ചിയുള്ളിടത്തോളം കാലം അങ്ങനെയൊന്നും പെട്ടെന്ന് പോകാനായിട്ട് ശ്രുതിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ സച്ചി പറയുകയാണ്, അതെ മുമ്പെങ്ങാണ്ടും പറഞ്ഞായിരുന്നു പൗഡറേട്ടത്തി, അച്ഛന് ഹോട്ടലാണെന്ന് അല്ലേ പൗഡറെടുത്തി അങ്ങനെയല്ലേ പറഞ്ഞത്, അച്ഛന് ഹോട്ടലാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ രേവതി അതെ ഹോട്ടലെന്ന് തന്നെയാണ് പറഞ്ഞത്. ഹോട്ടലോ? അങ്ങനെയാണെങ്കിൽ എവിടെയാണെന്നൊന്ന് പറയാമോ, ആ ഹോട്ടലിൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി കവളിങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക.
അപ്പോൾ അല്ല പല ബിസിനസ് ഇതായിട്ടും ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്നൊക്കെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണ് കുട്ടിയോട് ചോദിച്ചത്. അപ്പോൾ ശ്രുതി പറയണം, എനിക്ക് ഭയങ്കരമായിട്ട് പല്ല് വേദനിക്കുന്നു, ഞാൻ ആശുപത്രിയിൽ പോവാം. അപ്പോൾ സച്ചിയാണെങ്കിൽ കണ്ടോ പൗഡറേട്ടത്തി ഇപ്പം സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ അവരുടെ ചോദ്യത്തിനൊന്നും മറുപടി പാടാ പൗഡറേട്ടത്തി, എന്നിട്ട് എന്ന് പറയാണ്. അപ്പോൾ അയ്യോ എനിക്ക് വേദനിക്കുന്നേ എന്ന് പറയാം, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആശുപത്രിയിൽ പോവാ. അപ്പോഴേക്ക് ചന്ദ്ര പറയണമെങ്കിൽ പിന്നെ മോൾ ഒറ്റക്ക് പോകണ്ട, ഞാനും കൂടി വരാം ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ വേണ്ട, ഞാൻ ഒറ്റക്ക് വയ്ക്കോളാം ആൻറ്റി എന്ന് ശ്രുതി പറയുകയാണ്. ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ഞാനും കൂടി വരാം. അയ്യോ വേണ്ട ആൻറ്റി, ഞാൻ പോയിക്കോളാം. അപ്പോൾ രവി ആണെങ്കിൽ ചന്ദ്രേ അങ്ങോട്ട് മാറി നിന്നണ്ടേ, ശ്രുതിയുടെ കൂടെ വർഷ പോയിക്കോളും. മോളെ വർഷ നീ പോകില്ലേ? അതിനെന്താങ്കളെ ഞാൻ പോയിക്കോളാം, എനിക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ശ്രുതി അവിടെ നിന്നേ, വർഷ വരാമെന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ ഒറ്റക്ക് പോകുന്നത്? അപ്പോൾ വർഷ ഡ്രസ്സ് മാറി നേരെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും മംഗളെങ്കിൽ പിന്നെ ഞാൻ ശ്രുതിയേച്ചിയായിട്ട് പോട്ടെ. അപ്പോൾ ശ്രുതിയായിട്ട് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വർഷയെ തടഞ്ഞു നിർത്തുകയാണ്. വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ തടഞ്ഞു നിർത്തുകയാണ്. ചേച്ചി അങ്ങനെ ഒറ്റക്കൊന്നും പോകണ്ട, ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ ചേച്ചി ഒറ്റക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്? ഞാനും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അയ്യോ പാവം കൊച്ച്, അതിന് ഭയങ്കര വേദനയുണ്ട്. അപ്പോൾ മലേഷ്യക്കാരും പറയണം അയ്യോ അതല്ലേ പാവം കുട്ടിയല്ലേ. അപ്പോൾ സച്ചിയാണെങ്കിൽ അത്ര പാവമൊന്നും അല്ല. അപ്പോൾ ചന്ദ്രയ്ക്ക് കലി വരികയാണ് ഈ വർത്തമാനം കേട്ടിട്ട്. അപ്പോൾ രവി ആണെങ്കിൽ അതെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ, അപ്പോഴത്തേക്കും ശ്രുതി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരും, അവളോട് സംസാരിച്ചിട്ടല്ലേ നിങ്ങൾ പോവുകയുള്ളൂ. അപ്പോൾ രേവതി മോള് പോയി ഇവർക്കുള്ള ഭക്ഷണമെല്ലാം ഒരുക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി അച്ഛാ ഞാൻ പോയി ഒരുക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കയറി പോവുകയാണ്. അപ്പോൾ രേവതിയുടെ അടുത്തേക്ക് നമ്മുടെ സച്ചിയും ചെല്ലുക. അപ്പോൾ രേവതി എന്ന് പപ്പടമൊക്കെ വെറുക്കാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ് നാടകം കളി അടിപൊളിയായിരുന്നല്ലേ? നാടകം കളിയോ? അതേന്നേ, ഇവിടെ വലിയൊരു നാടകം കളിയല്ലേ കഴിഞ്ഞത്. അത് ശരിയാ സച്ചിയേട്ടാ, വലിയൊരു നാടകം കളി തന്നെ കഴിഞ്ഞു. അവൾ ഗംഭീരമായിട്ട് അങ്ങോട്ട് അഭിനയിച്ച് തകർത്തു. അവളെ കുറച്ചു മുമ്പ് വരെ ഇവിടുന്ന് തേങ്ങ തിന്നിട്ട് പോയതാ, അവൾക്ക് പെട്ടെന്ന് പല്ലുവേദനയാന്ന്. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടരാണോ നമ്മൾ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ രേവതി, അതെ പൗഡർ ഏട്ടത്തി ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയോ രഹസ്യങ്ങളെല്ലാം മറക്കുന്നുണ്ട്. ഇവർ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പൗഡർ ഏട്ടത്തിക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ പൗഡർ എടുത്തി പല്ലുവേദന എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഏതായാലും ഇങ്ങോട്ട് വരട്ടെ, അവരങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ രേവതിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പാചകം തുടങ്ങുക. ഈ സമയം തന്നെ വർഷയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. വർഷേ ഞാൻ പൊയ്ക്കോട്ടെ വർഷേ, എനിക്ക് ഇപ്പോൾ വേദന കുറഞ്ഞു. അയ്യോ പറ്റില്ല, ചേച്ചിയുടെ പല്ലുവേദനയുടെ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം ഇവിടുന്ന് പോയാൽ മതി. അയ്യോ അതല്ല വർഷം, എനിക്കൊരു ക്ലയൻറ്റ് എന്നെ വെയിറ്റ് ചെയ്യും, എനിക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് ഉടനെ പോയേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും വർഷേ, ഞാനൊന്ന് പൊയ്ക്കോട്ടെ. എനിക്ക് പല്ലുവേദന ഇപ്പോൾ കുറഞ്ഞല്ലോ, പല്ലുവേദന കൂടെയാണെങ്കിൽ ഞാനും ശ്രുതിയും കൂടി വന്നോളാം, കുഴപ്പമൊന്നുമില്ല. വേണ്ട, ഞാനിപ്പോൾ വന്നത് ചേച്ചിയെ കാണിക്കാൻ വേണ്ടിയാണ്. വർഷം നിനക്ക് ധൃതിയില്ല, എനിക്ക് ഒരു ധൃതിയില്ല, ഇന്ന് റെക്കോർഡിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ട് ചേച്ചിയോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല ചേച്ചി. അപ്പോൾ ഡോക്ടർ വിളിക്കുകയാണ്. ഡോക്ടർ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടിനോട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും നല്ല പല്ലുവേദനയുണ്ട്, അന്ന് ഇവിടെ കിടക്ക് നോക്കട്ടെ. അയ്യോ എനിക്കല്ല ഡോക്ടറെ, ഈ ചേച്ചിക്കാണ് പല്ലുവേദന എന്ന് പറയുകയാണ്. അപ്പോൾ വാ നോക്കട്ടെ. അപ്പോൾ ശ്രുതി പറയുകയാണ് എനിക്ക് വേദനയുടെ ഒരു ഗുളിക തന്ന് വിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് ശരി, എന്ത് കാരണം കൊണ്ടാണ് പല്ലുവേദനയെന്ന് അറിയണ്ടേ, എന്നാലല്ലേ അതിനുള്ള മെഡിസിൻ തരാൻ പറ്റുള്ളൂ, അല്ല വെറുതെ തരാനായിട്ട് പറ്റുമോ? വന്ന് കിടക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി ചേച്ചി എന്താ നോക്കി നിൽക്കുന്നത്, പോയി കിടക്ക്, ഡോക്ടർ പറഞ്ഞല്ലേ പോയി കിടക്ക് ചേച്ചി എന്ന് പറയുമ്പോൾ വേറൊരു നിവൃത്തിയില്ലാതെ ശ്രുതി പോയി അവിടെ കിടക്കാണ്. അങ്ങനെ ഡോക്ടർമാർ പല്ല് ചെക്ക് ചെയ്യാൻ വേണ്ടി വരിക. അപ്പോൾ വർഷ പറയാണ് ആ വലത്തേ സൈഡിലുള്ള പല്ലിലാണ് ഡോക്ടറെ വേദന എന്ന് പറയുന്നത്. എപ്പോഴാണ് വേദന തുടങ്ങിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും രാവിലെ ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല, കുറച്ച് മുമ്പാണ് വേദന തുടങ്ങിയത്. ശരി, ഞാൻ വിശദമായിട്ടൊന്ന് പരിശോധിക്കട്ടെ, വായ തുറക്കൂ. അപ്പോൾ ശ്രുതി പറയണില്ല ഞാൻ വായ തുറക്കില്ല. ഇതെന്താ ഇവരിങ്ങനെ പറയുന്നത്? എൻ്റെ ശ്രുതി ചേച്ചി ഒന്ന് വായ തുറന്ന് കൊടുക്കും ശ്രുതി ചേച്ചി. അങ്ങനെ ശ്രുതി ഒരു നിവൃത്തിയില്ലാതെ വായ തുറന്ന് കൊടുക്കുക. അപ്പോൾ വായ തുറന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഫുൾ അങ്ങോട്ട് പല്ല് വയ്ക്കുകയാണ്. അതേ ഒരു പല്ലിന് കേടുണ്ട് കേട്ടോ,
ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോ, എൻ്റെ പല്ലിന് കേടോ? ഏത് പല്ലിന്? ആ, ഒരു പല്ലിന് കേടുണ്ട്, ആ പല്ല് റിമൂവ് ചെയ്തില്ലെങ്കിൽ മറ്റേ പല്ലിലൊക്കെ സ്പ്രെഡാവും ഇത് എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി പറയാം, അയ്യോ വേണ്ട, റിമൂവ് ഒന്നും ചെയ്യണ്ട, മെഡിസിൻ തന്നു വിട്ടാൽ മാത്രം മതി. അപ്പോൾ വർഷയാണെങ്കിൽ, ശ്രുതി ചേച്ചി ഇങ്ങനെ വാശി പിടിക്കല്ലേ, ആ പല്ല് റിമൂവ് ചെയ്തില്ലെങ്കിലും മറ്റേ പല്ലിലേക്കും ഈ കേട് സ്പ്രെഡ് ആവുമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഡോക്ടർ പറയുന്ന പോലെ അനുസരിക്ക്. ആ ഡോക്ടറെ, ആ പല്ല് അങ്ങോട്ട് റിമൂവ് ചെയ്തേര് എന്ന് പറയാം. അങ്ങനെ ഡോക്ടർ എല്ലാവരും കൂടി വന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ ശ്രുതി അവിടെ സമ്മതിക്കുന്നില്ല. പേടിക്കണ്ട, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയെ ഉണ്ടാവുള്ളൂ എന്ന് ഡോക്ടർ പറയാം. അങ്ങനെ ശ്രുതിയുടെ ആ പല്ല് അങ്ങോട്ട് പറിച്ച് അങ്ങോട്ട് എടുക്കുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ മലേഷ്യ ഗസ്റ്റുകളെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ മലേഷ്യയിൽ ആ പെണ്ണിങ്ങനെ പറയുകയാണ്, അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ, ഞങ്ങളിവിടെ വന്നിട്ട് ഇത്രയും നാളായി, പക്ഷേ നാടൻ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല, ഇവിടെ വന്ന് ഞങ്ങൾക്ക് അതും കൂടി കഴിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ചന്ദ്രയോട് താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മുടെ രേവതിക്കും സച്ചിക്ക് അത്ര സൂചിച്ചൊന്നുമില്ല. അപ്പോൾ എടുത്ത വൈകും രവി പറയുകയാണ്, അയ്യോ അതിന് ഫുഡ് ഉണ്ടാക്കിയതേ ചന്ദ്രയല്ല, അവൾക്ക് ഇതൊന്നും വലിയ പിടിപാടൊന്നുമില്ല, ഇതൊക്കെ ഉണ്ടാക്കിയത് രേവതി മോളാണ് എന്ന് പറയാം. കഴിഞ്ഞപ്പോഴേക്ക് എങ്കിൽ പിന്നെ മോൾക്കും ഇരിക്കട്ടെ ഒരു ടാങ്ക്സ് എന്ന് പറയുകയാണ്. അങ്ങനെ ഈ മലേഷ്യ ചേച്ചിയുടെ ആ ഒരു പഴയകാല കാര്യങ്ങളൊക്കെ പറയാണ്, ഇവരുടെ സങ്കടവും മക്കൾ നോക്കാത്തതിൻ്റെ കാര്യവും മക്കൾ വരാത്തതിൻ്റെ കാര്യവും ഒക്കെ പറയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞു ചെയ്താലും സച്ചിയെ പോലെ ഒരു മകനെ കിട്ടിയത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇതിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ അപ്പോൾ ശ്രുതി വരാൻ കാത്തിരിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രുതി വരാൻ ഇനിയും കുറേ വൈകുമായിരിക്കും, ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ, ഞങ്ങൾക്ക് പോയിട്ട് വേറെ തിരക്കുകളുണ്ട്, അതുകൊണ്ട് ഇനി ഒരു ദിവസം എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയും കൊണ്ട് സച്ചി വണ്ടി കയറി പോവാണ്. അപ്പോൾ നമ്മുടെ രവി പറയാണ്, ചന്ദ്രയെ പറഞ്ഞത് കേട്ടോ ചന്ദ്രേ? ഏതായാലും ഭയങ്കര സന്തോഷം, എൻ്റെ അമ്മ വളർത്തിയതിൻ്റെ ഗുണമാണ് സച്ചിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. അങ്ങനെ അവിടെ ശ്രീകാന്ത് പറയാണ്, ചേച്ചി രേവതേച്ചി എന്താണ് അവർ പോയിട്ട് വരാത്തത്? ശ്രുതി ചേച്ചിയെ ഹോസ്പിറ്റലിൽ കാണിച്ചോ? എന്തായിരിക്കും പല്ലുവേദന വരാനുള്ള കാരണം? അത് വരുമ്പോൾ അറിയാലോ ശ്രീകാന്ത് എന്നും പറഞ്ഞുകൊണ്ട് രേവതി കയറി പോവാണ്. അപ്പോൾ നമ്മുടെ ഈ ശ്രീകാന്ത് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്നാലും അവൾക്ക് പെട്ടെന്ന് പല്ലുവേദന വരാനുള്ള കാരണം എന്തായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നെ ഈ സമയം തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. നമ്മുടെ ശ്രുതിയുടെ പല്ലൊക്കെ പറിച്ച് അയ്യോ പത്തോ എന്നും പറഞ്ഞുകൊണ്ട് കവളും പൊത്തിപ്പിടിച്ചിട്ട്, യഥാർത്ഥത്തിൽ ഇപ്പോൾ കവളും പൊത്തിപ്പിടിച്ചിട്ട് ആ സീറ്റിൽ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ ചേച്ചിക്ക് വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോടുന്നു, വേദനയുണ്ടോന്നോ? എന്തൊക്കെ ദൈവമേ, ഞാനിപ്പോൾ അഭിനയിച്ച് എൻ്റെ പല്ല് മുഴുവൻ പറിച്ചെടുത്തല്ലോ, ഇവർ ഒരു കേടുമില്ലാതെ വല്ലായിരുന്നു, എന്നിട്ട് അവരത് പറിച്ചെടുത്തല്ലോ. അപ്പോൾ നേഴ്സ് ഇറങ്ങി വരികയാണ്. അതെ ഈ ഐസ്ക്രീം കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം കൊടുക്കുക. അപ്പോൾ വർഷ അത് മേടിച്ചെടുക്കണേ, ആഹാ കൊള്ളാലോ, അതെ നിങ്ങൾ ഒരു ഐസ്ക്രീം കൂടി കൊണ്ടുപോവാ എന്ന് നേഴ്സിനോട് പറയാം. നേഴ്സ് പറയണം, ഐസ്ക്രീമോ? ഇതെന്നെ ഐസ്ക്രീം പാർലറാണോ? അയ്യടാ, ഒരു പല്ല് പറിച്ചേനെ നിങ്ങൾ നല്ല പൈസ മേടിച്ചല്ലോ, ഞങ്ങൾക്ക് മുതലാവണ്ടേ? ഒരു പല്ല് പറിക്കണേന് ഇത്രയും പൈസയല്ലേ? നിങ്ങളെ കൊല പൈസയാണ് മേടിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ശ്രുതി ചേച്ചിയുടെ എല്ലാ പല്ലും പറിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി ചേച്ചിയുടെ പാർലറും വീടും ഒക്കെ വിൽക്കേണ്ടി വരുമല്ലോ. നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു വിടുന്നത്? അതുകൊണ്ട് ഒരു ഐസ്ക്രീം പോയി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വർഷ ഇരുന്നിട്ട് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുകയാണ്. ചേച്ചി അടിപൊളി ഐസ്ക്രീമാണ് കേട്ടോ, ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു, ചേച്ചി പേടിക്കേണ്ടതേ, ചേച്ചിക്കുള്ള ഐസ്ക്രീം ഇപ്പം വരും എന്ന് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്. ശ്രുതിക്കാണെങ്കിൽ പോടുന്നു, എൻ്റെ പല്ലും പോയി എന്നൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.